ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് ലോക പച്ചക്കറി ദിവസമാണ്. അത് കാരണം തന്നെ പച്ചക്കറിയിൽ നിന്ന് തുടങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് ക്ലീനിങ് ഡേ ആണെന്ന്. കുറേ ദിവസമായി ഇത് കാണുമ്പോൾ മാറ്റണം എന്ന് വിചാരിക്കുന്നു. ഒന്നും നോക്കിയില്ല, ഒരു ഗ്ലാസ് എടുത്ത് വെള്ളമെടുത്ത് മീനിനൊക്കെ അതിലേക്ക് മാറ്റി എല്ലാതും ക്ലീനാക്കി കഴുകി കുട്ടപ്പനാക്കി അതിലേക്ക് മീനിനെയും ഇട്ടു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, നോക്കൂ. ഹായ്. അപ്പോഴാണ് ലോഹർ വാങ്ങു കൊടുത്തത്. വേഗം ഞാൻ പള്ളിയിലേക്ക് നടന്നു. പള്ളിയിലേക്ക് നടക്കുമ്പോൾ അതാ അപ്പുറത്ത് നിന്ന് ഒരു കിളി കീ കീ എന്ന് വിളിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ മൈനകളാണ്, അല്ല മയിലുകളാണ്. ഹായ്. 1 2 3 4 മയിലുകൾ നിങ്ങൾക്ക് കാണാനുണ്ടോ? മയിലുകൾ എന്നോട് പറഞ്ഞു, ഉണ്ണിക്ക ഞങ്ങളെ വീഡിയോയും എടുക്കും, ഞങ്ങളും ഫേമസ് ആവട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ വ്ളോഗ് തന്നെ ആരും കാണുന്നില്ല, എന്നിട്ടാണോ നിങ്ങൾ എന്ന്. നിങ്ങളായിട്ട് സംസാരിച്ചാൽ നേരെ വഴുകും. നേരെ പള്ളിയിൽ പോയി ഒതൊക്കെ എടുത്തു. ചെറുപ്പത്തിലാണെങ്കിൽ ഒതോ എടുക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ലല്ലോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ഖുറാനൊക്കെ ഓതി. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ മോള് വന്നു. ഓള് വന്ന് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പാപ്പ പണ്ടൊരു ഉമ്മയും തന്നു. ഹായ്. ചൂടിൻ്റെ ആണാവോ അതോ ഇനിയിപ്പോൾ ഡയറ്റിൻ്റെ ആണാവോ? നല്ല ക്ഷീണം. അസറിന് പള്ളിയിൽ പോകാൻ പറ്റിയില്ല, വീട്ടിൽ നിന്ന് നിസ്കരിച്ചു. അങ്ങനെ അവിടെ കുറച്ച് നേരം കിടന്നു. പിന്നെയാണ് കിച്ചണിലേക്ക് പോയത്. അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച എന്നെ നെട്ടിച്ചു. കാടമുട്ട ഹായ്. അതും പടയെടുക്കുന്നത് എൻ്റെ പെങ്ങളാണ്. അങ്ങനെ പത്തിരി കേൾക്കുന്ന ഭാര്യയെ കണ്ട് ഞാൻ ചോദിച്ചു, ഈ ബോളാണോ പത്തിരിയാകുന്നത് എന്ന്. അപ്പോൾ അവൾ ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല ഉണ്ണിക്ക, ഇതിങ്ങനെ ഉണ്ടയാക്കിയതിന് ശേഷം ഇതിൽ വെച്ച് പ്രസ് ചെയ്താൽ ഇതിലാണ് പത്തിരിയാകുന്നത് ഉണ്ണിക്ക എന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അവരൊന്ന് സഹായിക്കാം എന്ന് കരുതി ചടക്കോ പെടുക്കോ എന്ന് വെച്ച് 4 പത്തിരിയാണ് മറിച്ചിട്ടു. എന്തൊരു ചൂടാ ഈ പെണ്ണുങ്ങളെ സമ്മതിക്കണോട്ടെ നോമ്പ് കാലത്ത്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, മോനെ ഒരു കൊലയുണ്ട് കോട്ടേസിൽ, അത് പോയി വെട്ടിക്കോയി. അത് വെട്ടാൻ പോകുമ്പോൾ അയിമ ഇരുന്നിട്ട് എന്നെ കൊണ്ടുപോകത്തിനുള്ള പിണക്കമാണ് ഈ കേൾക്കുന്നത്, പോയേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇപ്പയും കൂടിയിട്ട് വണ്ടിമേ കയറി പോകാൻ നേരത്ത് ബോസ് പറഞ്ഞു, ഇപ്പച്ചി ഞാനും ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കയറി നേരെ കോട്ടേഴ്സിലെത്തി. ഉപ്പ എന്നോട് ചോദിച്ചു, മോനെ ഇത് എനിക്ക് വെട്ടാൻ പറ്റുമോ, ഇത് കുറച്ച് റിസ്ക് ആണെന്ന്. അപ്പോഴാണ് പപ്പ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്. ഇതൊന്ന് കേട്ടു നോക്കൂ. കട്ടിക്ക് മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ പടച്ചോനെ നിങ്ങള് കാത്തോളി ഒറ്റ വിളിയാണ്. ഇഞ്ചിനെങ്ങനെ പറക്കാണ്. ആ പറന്ന ഇഞ്ചിനുമായി ഞങ്ങൾ നേരെ ഈ കൊലയുമായി നേരെ വീട്ടിലേക്കാണ്ട് വിട്ടു. അപ്പോഴാണ് അയിമ പറഞ്ഞത്, ഇപ്പച്ചി എന്നൊന്ന് പുറത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അവളെ വണ്ടിമേ കയറ്റിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം റൗണ്ട് അടിച്ചു. ബാങ്ക് കൊടുക്കാൻ സമയപ്പോൾ ഇക്കമാർ രണ്ടാളും കൂടി പള്ളിയിൽ പോണത് കണ്ടു. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വന്നപ്പോൾ അത് ആയിഷുത നോമ്പറക്കാനിരിക്കണം. അങ്ങനെ അയിമ പറഞ്ഞ് ടേബിൾ മേരിക്കണമെന്ന്. അപ്പോൾ ഞാനോളെ ടേബിൾ മേരുത്തിയില്ല. കാരണം എന്താ, നിങ്ങൾ കേട്ടു നോക്ക്. എന്ത് മുട്ട ഇല്ല 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 എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഇരുത്തുമല്ലോ. അപ്പോഴാണ് ഫെബിക്ക വിളിച്ചത്, അമ്പു. അങ്ങനെ അമ്പുവിനായിട്ട് കുറെ കത്തി വെച്ച്. അപ്പോൾ ശരി ഗൈസ്, ബാങ്ക് കൊടുക്കാനായി.